ജിന്ന്, ചെകുത്താൻ തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് ആധുനിക കാലത്ത് എന്താണ് പ്രസക്തിയെന്ന് ചോദിക്കാൻ വരട്ടെ. കാരണം ജിന്നുബാധയെ ചൊല്ലി പ്രബല മുസ്ലിം സാമുദായിക സംഘടനയിൽ വിവാദങ്ങൾ കത്തിപ്പടരുകയാണിപ്പോൾ. മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിലാണ് ജിന്നിനെ ചൊല്ലി തർക്കം മൂർച്ഛിച്ചിരിക്കുന്നത്. ജിന്നുബാധ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്നതിനെ ചൊല്ലിയാണ് ചേരിതിരിഞ്ഞ് ഇപ്പോൾ തർക്കങ്ങൾ അരങ്ങേറുന്നത്. മുസ്ലിം ന്യൂനപക്ഷ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാമൂഹ്യ സാമുദായിക വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്നിരിക്കെയാണ് ജിന്നുബാധയെ ചൊല്ലി മുജാഹിദ് വിഭാഗങ്ങൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏറെ വിചിത്രം. പ്രമുഖ മുജാഹിദ് നേതാവായ ഹുസൈൻ മടവൂർ വരെ ഈ വിധം ചേരിപ്പോരുകളിൽ പങ്കുചേരുന്നു എന്നതാണ് അതിലുമേറെ കൗതുകകരം. ഇസ്ലാമിക സംഘടനയായ മുജാഹിദ് വിഭാഗം ആദ്യമായി പിളരാൻ പോലും കാരണമായതിൽ പ്രധാനം ജിന്നുബാധ സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു. 2002 ഇത്. പിന്നീട് ആശയവ്യത്യാസങ്ങളെ തുടർന്ന് വിവിധ ഗ്രൂപ്പുകളായി മുജാഹിദ് വിഭാഗങ്ങൾ വീണ്ടും പലകുറി പിളർന്ന കാഴ്ചകളാണ് ഉണ്ടായത്. കേരള നദ്വത്തുൽ മുജാഹിദിൻ നേതാവായ അൻസാർ നന്മണ്ട മുജാഹിദ് പള്ളിയിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വീണ്ടും വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ജിന്ന് ഒരിക്കലും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ലെന്നായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പൊരുൾ. ഇതിനെതിരെ കേരള ജമിയത്തുൽ ഉലമ എന്ന മുജാഹിദ് പണ്ഡിത സഭ രംഗത്ത് വന്നു. അൻസാർ നന്മണ്ടയുടെ നിലപാട് മുജാഹിദ് ദർശനങ്ങൾക്ക് യോജിച്ചതല്ലെന്നും അത് തിരുത്തണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. ഒട്ടേറെ സമ്മർദ്ദങ്ങൾക്ക് ശേഷം അൻസാർ നന്മണ്ട തിരുത്തുമായി രംഗത്ത് വന്നു. അറിവില്ലായ്മ മൂലമാണ് പ്രസംഗത്തിൽ ആവിധം പരാമർശമുണ്ടായതെന്നും ജിന്നുബാധ പോലെ അനുഭവപ്പെട്ടാൽ ഇസ്ലാമിക മന്ത്രങ്ങൾ പിന്തുടരുകയാണ് പ്രതിവിധിയെന്നും അൻസാർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എന്നാൽ മുജാഹിദ് പണ്ഡിത സഭാ നേതാവായ ഹുസൈൻ മടവൂർ കൂടി രംഗത്തെത്തിയതോടെ ജിന്ന് വിവാദം കൂടുതൽ രൂക്ഷമായി. ജിന്നുബാധ സംബന്ധിച്ച തർക്കങ്ങൾ ശുദ്ധ ബോഷ് കാണുന്ന വാദമായിരുന്നു അദ്ദേഹത്തിന്. മനുഷ്യരിൽ ജിന്നെ പ്രവേശിക്കുമെന്ന് പറഞ്ഞു വരുത്തുന്നത് വലിയ ദുരന്തമാണെന്നാണ് ഹുസൈൻ മടവൂർ തുറന്നടിച്ചത്. ഇതോടെ മുജാഹിദ് പണ്ഡിത സഭകളിലെ അഭിപ്രായ ഭിന്നതകൾ കൂടിയാണ് മറനീക്കി പുറത്തെത്തിയിരിക്കുന്നത്. മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം ഗ്രൂപ്പ് ആകട്ടെ ജിന്നുബാധയെ അംഗീകരിക്കുന്നവരുമാണ്. ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന വിശ്വാസമാണ് വിസ്ഡം വിഭാഗത്തിനുള്ളത്. വൈറസ് പോലെയാണ് ജിന്ന് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കുക വഴി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതൊരു ദാർശനിക നിലപാടാണെന്നും അതിനെതിരെ നിലപാട് കൈക്കൊള്ളുന്നവരെ തള്ളിപ്പറയുക തന്നെ വേണമെന്നുമാണ് മുജാഹിദ് വിസ്ഡം ഗ്രൂപ്പിന്റെ വിശദീകരണം. ജിന്നുബാധ സംബന്ധിച്ച് മുജാഹിദ് വിഭാഗത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകുമ്പോഴും ഇതര മുസ്ലിം സംഘടനകൾ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണ്. വിശുദ്ധ ഖുറാനിൽ ജിന്നിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും മുജാഹിദുകാർ ചേരിതിരിഞ്ഞ് തർക്കമുയർത്തുന്നത് പോലെ ഈ വിഷയം തെരുവിൽ ചർച്ച ചെയ്യേണ്ടതല്ല എന്നാണ് ഇതര മുസ്ലിം മതസംഘടനകൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ മുജാഹിദ് തർക്കങ്ങൾ വഴി ഇസ്ലാമിക ദർശനങ്ങൾ അപരിഷ്കൃതമാണെന്ന ബോധ്യം പൊതുസമൂഹത്തിൽ ഉണ്ടാകുമെന്നും അവർ കരുതുന്നുമുണ്ട്. എന്തു തന്നെയായാലും ജിന്നുബാധ സംബന്ധിച്ച തർക്കങ്ങൾ മറ്റൊരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് മുജാഹിദ് വിഭാഗങ്ങളെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. മുജാഹിദിൽ പോര് രൂക്ഷമായിരിക്കുന്നു. അതിന്റെ പ്രധാന കാരണം തൗഹീദിൽ വരുന്ന അപ്ഡേഷൻ ആണ് എന്ന് നമുക്ക് ഹ്രസ്വമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും എങ്ങനെയാണ് മുജാഹിദ് ഇവിടെ വന്നത് എന്നും എങ്ങനെയാണ് അത് പിളർന്നത് എന്നും നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു ഓട്ടപ്രദക്ഷിണം നടത്താം. കേരളക്കരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം വന്നിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്തിലൂടെ ആ പരിശുദ്ധ ഇസ്ലാം ഇവിടെ പ്രബോധനത്തിനായി സ്വഹാബത്ത് ഇവിടെ വരികയും ഇസ്ലാം ഇവിടെ വിളംബരം ചെയ്യുകയും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരമ്പരാഗതമായി സ്വഹാബത്തിലൂടെ കൈമാറിയ ദീനാണ് ഇവിടെ അനുഷ്ഠിച്ചു വന്നിരുന്നത്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിവേരിൽ കത്തിവെച്ചുകൊണ്ടാണ് ഇവിടെ മുജാഹിദ് പിറവിയെടുത്തത്. മുജാഹിദുകളെ ബിദഅത്തുകാർ എന്ന് അറിയപ്പെടുന്നതും പറയപ്പെടുന്നതും അതുകൊണ്ടാണ്. അതായത് സ്വഹാബത്ത് കാണിച്ചു തന്ന ഒരു സരണി, ആ സരണിക്ക് അടിയിൽ കത്തിവെച്ചുകൊണ്ട് പുതിയൊരു ഇസ്ലാം അവർ രൂപീകരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതിനാദ്യമായി 1847, 1912 എന്നീ കാലഘട്ടത്തിൽ ജീവിച്ച സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾ, അദ്ദേഹത്തിൽ നിന്നാണ് മുജാഹിദുകളുടെ ചരിത്രം തുടങ്ങുന്നത്. അതായത് ബിദഈ പ്രസ്ഥാനത്തിന്റെ ആശയത്തിലെ കേരളത്തിന്റെ തലവൻ. അതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഹമദാനി തങ്ങൾ എന്നിവരും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 1922 നിഷ്പക്ഷ സംഘടന എന്ന പേരിൽ അവർ പ്രവർത്തനം തുടങ്ങി. പിന്നീട് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് സംഘടിത പ്രവർത്തനം തുടങ്ങി. അങ്ങനെ 1924 ആലുവയിൽ വെച്ച് നടന്ന ഐക്യ സംഘത്തിന്റെ വാർഷിക സമ്മേളനം, അവിടെ വെച്ചുകൊണ്ടാണ് KJU എന്ന് പറയുന്ന
മുജാഹിദിന്റെ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പുത്തൻ പ്രസ്ഥാനത്തിന് രൂപം കൊണ്ടത്. അന്നത്തെ KJU എന്ന് പറയുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ KM മൗലവി, അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, KM സീതി സാഹിബ്, E മൊയ്ദ് മൗലവി, NV അബ്ദുസലാം മൗലവി, K ഉമർ മൗലവി, KP മുഹമ്മദ് മൗലവി, ഡോക്ടർ M ഉസ്മാൻ ഐക്യസംഘത്തിന്റെ ഉപദേശക സമിതി എന്ന നിലയിൽ 10 വർഷം ഈ KJU അഥവാ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിലുള്ള ഈ പുത്തൻ പ്രസ്ഥാനം പ്രവർത്തിച്ചു. അങ്ങനെ ഇവർ സ്വഹാബത്ത് ഈ കേരളത്തിൽ പഠിച്ച ദീനിനെതിരെ ഇവരുടെ പ്രവർത്തനം സജീവമായി. ഇതോടെ 1934 കേരള മുസ്ലിം ഐക്യസംഘം പിരിച്ചുവിട്ടു. അങ്ങനെ 1950 ഏപ്രിൽ 20 കേരള നജ്വത്തുൽ മുജാഹിദീൻ KNM പിറവിയെടുത്തു. ഈ KNM-ൽ നിന്നാണ് ഇന്ന് വരുന്ന പല വിഭാഗങ്ങളും പിറവിയെടുത്തത്. അതിൽ KM മൗലവി ആയിരുന്നു ആദ്യത്തെ KNM പ്രസിഡന്റ്. അതുപോലെ NV അബ്ദുസലാം മൗലവി ആയിരുന്നു ജനറൽ സെക്രട്ടറിയും. MK ഹാജി, അതുപോലെ K ഉമർ മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി, MCC അബ്ദുള്ള മൗലവി എന്നിവരും ഈ പറയുന്ന KNM-ന് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ കേരളത്തിലെ ബിദ്അത്തിന് KNM സജീവമായി. ആ KNM-ൽ നിന്നാണ് ഇതിന്റെ പോഷക ഘടകങ്ങളാകുന്ന കുട്ടി സംഘടനകൾ പിറവിയെടുത്തത്. അഥവാ ISM, ഇത്തിഹാദു ഷുബ്ബാനിൽ മുജാഹിദീൻ. ഇതാണ് യുവജന വിഭാഗമാകുന്ന KNM-ന്റെ പോഷക ഘടകം. അതുപോലെ തന്നെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് MSM എന്ന് പറയുന്ന വിദ്യാർത്ഥി വിഭാഗവും, അതുപോലെ മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റ് MGM എന്ന വനിതാ ഘടകവും ഇതേ KNM-ൽ നിന്നും പിരിഞ്ഞുണ്ടായി. അതിൽ നിന്നും വന്ന പ്രസിദ്ധീകരണങ്ങളായിരുന്നു വിചിന്തനം, അതുപോലെ സ്നേഹ സംവാദം, അൽമനാർ, ഇസ്ലാഹ് ഇവയായിരുന്നു ആദ്യ പ്രസിദ്ധീകരണങ്ങൾ. എന്നാൽ ഇവരിൽ പിളർന്ന ശേഷം ഉണ്ടായിരുന്ന വാരികകളാണ് ഷബാബ്, അതുപോലെ തന്നെ പുടവ, ബാലകൗതുകം എന്നൊക്കെ പിരിഞ്ഞതിന്റെ ശേഷം ഉണ്ടായ പുതിയ ഇവരുടെ പ്രാസ്ഥാനിക പത്രങ്ങളാണ്. 1990-കളിൽ പലതരത്തിലുള്ള ആശയ ഭിന്നതകളും രൂക്ഷമായത്. പലർക്കും പല ചിന്തകളാണ്. ഇവർ ഓരോരുത്തരും സ്വന്തമായിട്ട് ഖുർആനിൽ നിന്നും ഇജ്തിഹാദ് ചെയ്യുകയും അഥവാ ഗവേഷണം നടത്തുകയും അതുപോലെ തന്നെ ഹദീസിന്റെ അർത്ഥങ്ങളെല്ലാം വളച്ചൊടിക്കുകയും ചെയ്തതുകൊണ്ട് ഇവർക്ക് പലർക്കും പല രീതിയിലുള്ള ചിന്താഗതികളായി. അങ്ങനെയാണ് ഇവർ പിളർപ്പിലേക്ക് പോകുന്നത്. പിളർപ്പിന്റെ പ്രധാന ഘടകങ്ങൾ ഇവിടെ 10 ഘടകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ 10 കാരണങ്ങളാണ് ഇവർ പിളരാനുണ്ടായ കാരണങ്ങൾ. ഇൻഷാ അല്ലാഹ് ഓരോന്നും വിശദമായി നമുക്ക് അടുത്ത പാർട്ടുകളായിട്ട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.